ഇന്ന് നമ്മുടെ ദിലീപേട്ടൻ്റെ ബബ്ബബ്ബ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ട്രെയിലർ കാണാം. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. തനിക്കറിയാലോ ആരാ വരാൻ പോകുന്ന. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാർ. വന്നിരിക്കുന്ന ഓ അവന്റെയൊക്കെ തന്ത. പിന്നെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. ഇത് ചിലപ്പോ മോനെ നമ്മൾ കഴിഞ്ഞു പറഞ്ഞു. The miraculous universe of the most wanted person you're searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. മുൻപിട്ടുള്ള സാധനമില്ലേ ലാസ്റ്റ് ഷോട്ട് ക്വാളിറ്റി സാധനം കണ്ടിട്ട് ചാർജ് ഡബിൾ ചാർജ് ചെയ്ത് വിനീത് ശ്രീനിവാസന്റെ ശിഷ്യനാണ് കേട്ടോ. ഇത് വിനീത് ശ്രീനിവാസന്റെ ശിഷ്യനാണ് സംവിധായകൻ. അതെ 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 അതെ. ഇപ്പൊ ശിഷ്യന്മാരെ പണിയുണ്ട്. മൂപ്പരെ ശിഷ്യന്മാരൊക്കെ മൂപ്പരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. വിനീത് ലാസ്റ്റ് നിവിൻ പോളിന്റെ ചാർജ് ചെയ്ത പോലെ ദിലീപിനെ ചാർജ് ചെയ്തെടുക്കുവോ? ഇത് ഡബിൾ ചാർജിങ് ആക്കി. ഈ സാധനം മോനെ ഇതൊരെണ്ണം മതി മൂപ്പർക്ക് തിരിച്ചു വരാൻ. മറ്റേതിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞ പോലെയാ, നമ്മൾ സ്ഥിരം കണ്ട് മറന്ന സാധനത്തിന് മൂപ്പരെടുത്ത് ദിവസം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു ആ സാധനത്തിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇമ്പാക്ട് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. മേക്കിംഗ് അതെ അതെ. ഈ ഇതിൽ പുതിയ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ വേറൊരു ഫാക്ടർ ഉണ്ട്. ഇതെടാ ഇത് നമ്മുടെ ഒരു അഡാർ ലവിലെ നായികയല്ലേ നൂറിൻ ഷെറീഫ്, ഇവരാണോ ഇത് എഴുതിയത്? നൈസ്. അതിലൊരു ഫ്രെയിമിൽ അവളെ ഭർത്താവുണ്ടല്ലോ, ഹസ്ബൻഡും. അല്ല അവളെ ഹസ്ബൻഡ് എന്തോ എന്തോ മറ്റല്ല ആക്ടറല്ല വേറെ എന്തോ ഫീൽഡിലാണല്ലോ. പക്ഷെ ആളുകളുടെ സിനിമയിലുണ്ട് സിനിമയിലുണ്ട് പക്ഷെ എന്തോ വേറെ ഫീൽഡാണ്. ഡയറക്ടർ കണ്ടല്ലോ ആള്. എന്തോ ഇത് റിലീസ് ഡേറ്റ് വന്നോ? സാൻഡി മാസ്റ്റർ ആണോ ഇത്? ഇല്ലല്ലോ, അതുപോലെ ഉണ്ട് സൈഡ് വ്യൂ. ഞങ്ങളൊരു ഘട്ടമുണ്ട്. മറ്റേ ലിയോത്തകയല്ലേ? ആ അതെ. എടാ വിനീത് ശ്രീനിവാസൻ എന്റെ അമ്മോ വൈബ് ഐറ്റം. ഓ വിനീത് മീറ്റർ മാറിയല്ലേ പാളി പോകുന്ന സാധനം. കോർപ്പറേറ്റ് ബോസിനെ പോലല്ലേ? സ്റ്റൈലിഷ് ഐറ്റം. എടാ ഒന്ന് വേക്കടിച്ചേ ആ സ്ലോ മോഷനിൽ വരുന്ന സീൻ ഒന്ന് കാണിച്ചേ. ഇത് സാൻഡി മാസ്റ്റർ തന്നെ കേട്ടോ. ഇതാ ഫേസ് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇതാണോ ആ റെഡ് കളറുള്ള ഏരിയ എടുത്തെ അവൻ മുടി ബാക്കിലോട്ടാക്കുന്ന സീന്. വിനീത് ആ മുടി ബാക്കിലോട്ടാക്കി നടന്നു വരുന്ന ഒരു സീനില്ലേ? ഏതോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് റെഡ് ആയിട്ട്. പിന്നെ പോട്ടെ ഫ്രണ്ട് പോട്ടെ. ഇതിന്റെ ഫ്രണ്ട് കാണില്ലേ? വെയിറ്റ് ഈ ലെഫ്റ്റിലുള്ള ആള് മറ്റേ ആ ദേശായി കുടുംബത്തിലെ അർജുനാണോ? അത് ചോദിക്കാനാണ് അത്രയും കഷ്ടപ്പെടുത്തിയത്. ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും. അല്ല അതുപോലെ തോന്നില്ലേ? അല്ല എക്സ്പ്രഷൻ വരില്ലോ. ഡിസ്റ്റന്റ് വ്യൂവില് തോന്നുന്നുണ്ട് പക്ഷേ ആവുന്നില്ല. അല്ല അതല്ല. ഓ അശോകൻ ഫ്രെയിം പൊന്നോ
കണ്ടിരുന്നു പോകും. ഇത് പടം അഥവാ എന്തെങ്കിലും ഇത് സ്റ്റോറി ഒന്നും ഇല്ലെങ്കിലും പടം കണ്ടിരുന്നു പോകും. ഇതേയല്ലോ ഒരാള് എഴുതിയല്ലോ, ഒരാള് വേറൊരാള്. അവരാണ് മറ്റുള്ള നൂറിന്റെ പുറത്താണ്. നൂറുണ്ട്. ചാർജ് ഡബിൾ ചാർജ്. എന്റെ മോനെ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് കേട്ടോ. എല്ലാരും ഒരു സൈക്കോ ആയി ബിഹേവ് ചെയ്യുന്ന പോലെ ഒന്നില്ല ഇതില്. അതെ, ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കുന്നുണ്ട് സാധനം. അതാണ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്താ നമുക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി. ഒരു ഡീസന്റ് ഇമ്പാക്ട് ആയത്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാന്നുള്ള ചില്ലറ പരിപാടിയല്ല. കൊള്ളുന്ന സമയം മാത്രം. എനിക്ക് ഇയാളെ ധനഞ്ജയ് ഇയാളില്ലേ, ധനഞ്ജയ് ശങ്കർ, ഒരു പ്രതീക്ഷ വരാൻ കാരണം നാളെയാണ് മംഗൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇവൻ ചെയ്ത്. ഒരു ചെറിയൊരു, നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, അണ്ടർ റൈറ്റർ ആയിട്ടുള്ള സാധനം. ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ, ഒരു ആൽബം പോലെ സാധനമാണ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് അതായത് ബബ്ബു മേനത്തിന് വെയിറ്റ് ചെയ്ത്. അതിൽ ഫ്രെയിം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം പക്ക ഫ്രെയിമാണ്. കറക്റ്റ് ഒരു ഗൂസ് ബംസ് വരുന്ന ടൈപ്പുള്ള ഫ്രെയിംസാ കംപ്ലീറ്റ്. ക്യാമറ സെറ്റ് എല്ലാം ഒരു ആംഗിളൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ആംഗിൾസാ എല്ലാ ഷോട്ടും കാര്യങ്ങളൊക്കെ. കളർ ഗ്രേഡിനും പൈസ ഇറക്കുന്ന കാര്യത്തില് ഗോകുലൻ സാറല്ലേ പൈസ ഉണ്ടാവില്ല. ഏത് ക്യാമറ കണ്ട ഏതാ കണ്ട എവിടെ നിന്ന് എടുക്കണ്ടേ എടുത്തോ ദിലീപിന്റെ ഒരു കമ്പാക്ക് അത് 95% ഉറപ്പാ ഹിറ്റാ പടം. ഇത് ഹിറ്റ് തന്നെ. ഇനി അത്രയും അബദ്ധമാണ് ഇത് പൊട്ടണമെങ്കിൽ. എന്നാലും കണ്ടിരിക്കാം, എന്നാലും അവസാനം വരെ കണ്ടിരിക്കാം. അതിനുള്ള സാധനം ഇത്. ഇപ്പൊ നോക്ക്, മൂപ്പര മാനറിസംസ് കോമാളിത്തരായിട്ട് തോന്നുന്നില്ലല്ലോ. അതാണ് കഥ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇങ്ങനത്തെ തന്നെ നമുക്ക് കാണണം. പലരും പറയില്ല ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ കാണണമെന്നില്ല. വേണ്ട, ദിലീപേട്ടന്റെ തനത് ശൈലി തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ കഥ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം. വരുന്നുണ്ട്. അത് വിത്ത് മ്യൂസിക് തന്നെ ഇട്ടണം. അത് I will take you to the miraculous universe of the most wanted person you're searching for. ഏട്ടനും മനുഷ്യനും നേരെ റൺവേയില് പറയില്ല, അടി സക്കേന്ന് പറഞ്ഞിട്ട് നോക്കുന്ന ഒരു നോട്ടല്ല. നല്ലൊരു മേക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മറ്റേ ഇതല്ലേ മറ്റേ ടോവിനോന്റെ പടമില്ലടാ, മറ്റേ ഇത് സൂപ്പർ ഹീറോ ആയിട്ടുള്ള മിന്നുകളിലെല്ലാം ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റുന്നത് സാധനം ഇല്ലേ? ഫ്രെയിമും കാര്യങ്ങളൊക്കെ പ്രത്യേകതല്ലേ? ആ എല്ലാ സിനിമ കിട്ടൂലോ ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. അതൊക്കെ അവരെ എനിക്കിത് കമ്പയർ ആവുന്നത് ഇൻസ്പെക്ടർ ഉജ്ജൽ അല്ലേ അടുത്തിറങ്ങിയില്ലേ, അത് ഏകദേശം ഇതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രെയിലർ പോലെ ആയിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി ഒരു ഇതാണ് ഒരു സാധനം ക്വാളിറ്റി ഉണ്ട് സാധനം ഫ്രെയിംസിനൊക്കെ. പക്ഷെ കളർ ഗ്രേഡിംഗ് ഒന്നും അത്ര ഇതില്ല. പക്ഷെ ഇത് പക്ക പ്രൊഫഷണൽ. രക്ഷയില്ല. പുതിയ ഫസ്റ്റ് ഫിലിമാണ് ആള് ധനഞ്ജയ് ശങ്കർ. ഫസ്റ്റ് തന്നെ സൂപ്പർ ഹിറ്റ്. എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടാവും. അല്ല, മൂപ്പര് ആക്ടറായിട്ട് പോകുന്ന ലൊക്കേഷൻസ് ഒക്കെ വെറും ആക്ടറായിട്ടുള്ള പരിപാടി മാത്രമേ എടുക്കൂ, ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അല്ല, ഈ ബബ്ബ കേൾക്കുമ്പോഴേ സ്ഫടികത്തില് ചാക്കോ മാഷിന് ഓർമ്മ വരും. ഷാൻ റഹ്മാൻ മ്യൂസിക് ഒക്കെ അടിപൊളി. സോങ്സിന് വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു. സോങ്സ് ഒന്നും എന്തായാലും ചില്ലർ സാധനം ആയിരിക്കില്ല. അല്ല, ഇത് പേര് തന്നെ എന്താ അറിയോ, ഒരു ഭയങ്കര വെറൈറ്റി ആണല്ലോ. അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളൂ. എടാ, കോറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ തന്നെ കണ്ടോ, ഇവിടെ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ആയതല്ലേ നമ്മളെ മറ്റേ ആ ഡാർക്ക് ഹ്യൂമർ, ഐ മീൻ ബ്ലാക്ക് ഹ്യൂമർ ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞൊന്നും പോയിന്റ് ഇതാണ്. അതില് വിനീതിനെ മേക്ക് ഓവർ ചെയ്ത് എടുത്തൊരു സംഭവം ഉണ്ടല്ലോ. അതെ, ഇത് രണ്ടാമത്തെ ആള് ഇപ്പൊ വേറൊരു തരത്തില് മേക്ക് ഓവർ ചെയ്യുന്നു. പക്ഷെ അത് ആരും കിട്ടാത്തോണ്ട് വിനീതിനെ ഏൽപ്പിച്ചതാ. കഥ പറഞ്ഞിട്ട് നെഗറ്റീവ് റോളായോണ്ട് ആരും എടുക്കുന്നില്ല പടം. 5-6 കഥ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞാ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞു വിനീത്. പക്ഷെ ആ ബ്രാൻഡായില്ല, ഒരു സംവിധായകൻ ബ്രാൻഡായി കിട്ടിയില്ലേ. അടുത്ത പടം അടുത്ത കോണ്ടന്റ് വരുന്നവരെ ഉള്ള ചാർജ് അയക്കും നമുക്ക്. ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഫുൾ ചാർജ് ആക്കി തന്ന ദിവസമാണിത്.
അല്ല കൊറേ കാലമായിട്ട് പടങ്ങൾ വരുമ്പോ ആൾക്കാര് ഓരോ പേഴ്സണൽ വെഞ്ചീൻസ് എന്തോന്ന് പറഞ്ഞ വെച്ച് ഇങ്ങനെ കളിക്കുന്ന എങ്ങനെ മൂപ്പര് പോയി ഫീൽഡ് ഔട്ട് ആയി മറഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾക്കൊക്കെ ഒരു അടിയാവട്ടെ ഈ പടം. എനിക്ക് കുറെ കാലമായിട്ട് ഒരു 1-2-3 മാസമായിട്ടില്ല, കുറച്ചൊരു 6 മാസമായിട്ടൊക്കെ ഒരു കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയ ഒരു ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പം പടം നല്ലതായിരിക്കും, പക്ഷെ കാണാൻ ഇതൊരു ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് ട്രെയിലർ കട്ട് ചെയ്യാൻ ഇതുവരെ കണ്ടില്ല. ഇത് ഞാൻ ലാസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയ ട്രെയിലർ മിന്നൽ മുരളിയുടെ ട്രെയിലറാ. അതാണ് പറഞ്ഞത്. അതാ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോഴേ സ്ട്രൈക്ക് ആയതാ. അല്ല, ഞാൻ ഹോപ്പ് വെച്ച് വെച്ചാൽ വേദിന്റെ ശിഷ്യരൊക്കെ അദ്ദേഹത്തെ വെച്ചിട്ട് ഒന്നും വേണ്ട, ഫസ്റ്റ് ബേസിൽ ജോസഫിനെ തന്നെ എടുക്കുക. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതും ആ ലെവലിലേക്ക് എത്തട്ടെ. അതൊരു സംഭവം, അത് പോകുമ്പോ തന്നെ ആയിരിക്കും മൂപ്പര് തന്നെ ഭയങ്കരമായിട്ട് കുറച്ച് ജയിൽ സീൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ, യൂണിഫോം ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് മോനെ, കണ്ടറിയാം. പരിപാടിയല്ല എന്തായാലും. ഇത് ഓരോന്നും പോസ് അടിച്ചാൽ ചിലപ്പോ ഓരോ നോക്കി നോക്കി പോകാം. അങ്ങനെ ഓരോ ഫ്രെയിമിനും ഉണ്ട് പ്രത്യേകത. ആ കൈ വെച്ച് റൺവേത്തെ ലോറി പോലെ ഇല്ലേ? അന്നത്തെ വണ്ടിയാണ്. എന്താ രസം. ഈ ജോമോൺ ടി ജോൺ എന്നല്ലല്ലോ ക്യാമറ, അർമോ ജോമോൺ ടി ജോണൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അർമോ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. കളർ ഗ്രേഡിങ്ങിന്റെ ഒക്കെ പരിപാടി ഇപ്പം ക്യാമറ തന്നെയാ കേട്ടെ. മെമ്മറീസ് അല്ലല്ല, അത് ഷോർട്ട് ഫിലിമാ. ഓക്കെ, ഫീച്ചർ ഫിലിം ഇതാണെന്ന് തോന്നുന്നു. അഞ്ചകൊള്ളൊക്കെ ഞാൻ കണ്ടു. അതും അത്യാവശ്യം ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു, ഇതേ ഒരു ടച്ച് തന്നെയാ. അതെ അതെ, ക്യാമറയിൽ കുറച്ചൊക്കെ ചെയ്തിരുന്നു. എക്സ്പെർട്ട് ആണ്. ഞാൻ ഇങ്ങനത്തെ സിനിമയിൽ കഴിയുമ്പോ ചിലപ്പോ ജോമോൺ ടി ജോൺ, സമീർ താഹിർ, പിന്നെ ഷാജി ഖാലിദ്, അല്ലെങ്കിൽ സുജിത് വാസുദേവൻ, ഈ നാലുള്ള വളരെ സിമ്പിൾ ഷോട്ടാ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ കസേര നീക്കി വരുന്നത് നോക്കിയേ. എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, കുറെ ഹിംസ് ആണ് അവരിട്ടിരിക്കുന്നത്. പൊളി സാധനം. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഒരു പൊളിമൂടായിരിക്കും. അതായത് ചിലപ്പോ ഭയങ്കര ഡെപ്തിൽ പോയിട്ട് അങ്ങനെ ആയിരിക്കില്ല, ഒരടിച്ചുപൊളി സാധനം അങ്ങനെ. സത്യം പറയട്ടെ, പ്രതീക്ഷേനേക്കാളൊക്കെ ഉപരി ഭയങ്കര സന്തോഷം. മൂപ്പര് എഫോർട്ടിന് തക്കതായിട്ടുള്ള ഒരു പ്രൊജക്ട് കിട്ടി, അതിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇത് തിയേറ്റർ കണ്ട അവസ്ഥ. ഓയ്യോ, പക്ഷെ പ്രതീക്ഷിക്കാതെ അങ്ങനെ കാണണം ശരിക്കും. ഏതെങ്കിലും സിനിമ കാണാൻ പോയിട്ട് ഇടയ്ക്ക് പ്രതീക്ഷിക്കാതെ കാണണം. രോമാഞ്ചം വന്നു. KGF കാണാൻ പോയല്ലേ, കണ്ടതല്ലേ. രക്ഷയുണ്ടായിരുന്നില്ല. എന്തായാലും അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബപ്പ പറഞ്ഞിട്ടെ ജയിൽ സീൻ അല്ലേ ഇത്? നോക്ക്, ജയിലിന്റെ മോള് ഡ്രസ്സിന്റെ മോള് ഇട്ടല്ലേ അത്. തൽക്കാലം നമുക്ക് ഡീകോഡിലേക്ക് ഒന്നും പോകണ്ട, നമുക്ക് വേറൊരു എപ്പിസോഡ് പിടിക്കാം. സന്തോഷം കൊണ്ട് അത്ര അനലൈസിംഗ് ഒന്നും നമുക്കിപ്പോ വരൂല. നമ്മള് ത്രില്ലിലാണ്. മറ്റേ അനൂപ് മേനോൻ ചാർജ് ആയ പോലെ നമ്മളെല്ലാരും ചാർജ് ആയതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലത്തെ കിടിലൻ കോണ്ടന്റ് ഈ സിനിമയുടെ അടുത്ത് വരട്ടെ. ഇത് റിലീസ് എന്നാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഐ ആം സോൾഡ് വിത്ത് ദിസ് ഫ്രെയിം. ഐ ആം ബീങ് സോൾഡ്. ഈ ഒരൊറ്റ ഫോട്ടോ കണ്ടാൽ മതി എനിക്ക് ടിക്കറ്റ് എടുക്കാൻ. സോ ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. ദിലീപേട്ടൻ ഒരു സൂപ്പർ ഹിറ്റ് ഇത് തരുമെന്ന് പ്രതീക്ഷിക്കാമല്ല, ഓൾമോസ്റ്റ് ഷുവർ ആണ്. നമ്മൾ ചാർജിലാണ്, ഒന്നും പറയാല്ല. ബാക്കി അടുത്ത കോണ്ടന്റോ അല്ലെങ്കിൽ പടം ഇറങ്ങിയിട്ടോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.